ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ എനിക്ക് ഇന്ന് എൻ്റെ ഫസ്റ്റ് ഇൻകം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിനകത്തുനിന്ന് എനിക്ക് ഫസ്റ്റ് ഇൻകം കിട്ടിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇൻകം കിട്ടും എന്നൊരു പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ യൂട്യൂബ് ചാനൽ ചെയ്തതും തുടങ്ങിയതും. ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഞാൻ തുടങ്ങിയതായിരുന്നു യൂട്യൂബ് ചാനലും. അതുപോലെ തന്നെ എന്താ പറയുക, ഞാൻ യൂട്യൂബ് ചാനലിലോട്ട് വരാൻ തന്നെ കാരണം എനിക്ക് ജോലിക്ക് പോകാൻ ഒരുപാട് ആഗ്രഹം ഉള്ളതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പം ഹസ്ബൻഡാണ് പറഞ്ഞത്, യൂട്യൂബ് ചാനൽ തുടങ്ങുക, അതാകുമ്പം ജോലി എന്ന് പറയില്ല, വീട്ടിലെ ജോലിയും അതുമൊക്കെ ആയിട്ട് നീ അങ്ങ് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്കാരൻ എന്നെ ജോലിക്ക് വിടുന്നതൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കാരൻ്റെ ചിലവിൽ ജീവിക്കണം എന്നുള്ള ഒരു സ്വഭാവമാണ് പുള്ളിക്ക്. അപ്പം അങ്ങനെയാണ് ഞാൻ ചാനലോട്ട് വരുന്നത്. പക്ഷേ അത് ഇങ്ങനെ കൂടിക്കൂടി സബ്സ്ക്രൈബ് കൂടിക്കൂടി വരുന്നതോടെ എനിക്ക് ഭയങ്കര അതിശയം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വാച്ചറൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ വാച്ചറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പിന്നെ നമ്മൾ പെതുക്കെ കൊണ്ട് മോണിക്ക് എല്ലാവരും ചെയ്യുന്നത് പോലെ മോണിക്ക് അപേക്ഷ കൊടുത്തു. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു കേട്ടോ. എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന ചേട്ടനായിരുന്നു കേട്ടോ. പുള്ളിയുടെ കയ്യിൽ ഞാൻ എൻ്റെ ഇമെയിൽ ID പാസ്വേഡും ഇതെല്ലാം കൊടുത്തിട്ടാണ്. കാരണം എനിക്ക് ഇങ്ങനെ പിന്നെന്താ വേരിഫിക്കേഷനൊക്കെ എനിക്ക് ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ഉള്ള കാര്യം പറയില്ല, എനിക്കതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവില്ലായിരുന്നു. പുള്ളിയാണ് പിന്നെ ആഡ്സെൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയതും പിൻ നമ്പരെല്ലാം കറക്റ്റ് അപേക്ഷ കൊടുത്ത് വീട്ടിൽ വന്ന് അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും പുള്ളിയെ കൊണ്ടായിരുന്നു ഞാൻ ചെയ്യിപ്പിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇൻകം വന്നിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക്. എന്നാൽ ഇത് ഒത്തിരി വലുതൊന്നും അല്ല. ഇത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ 9നും 10നും ഇടയ്ക്കെന്ന് ഞാൻ പറയും. കാരണം നമുക്ക് കറക്റ്റ് എത്രയാണെന്ന് പറയാൻ പറ്റൂല കേട്ടോ. അത് യൂട്യൂബ് റൂൾസിന് നിരക്കാത്ത ആയതുകൊണ്ട് നമ്മളത് പറയത്തില്ല. പക്ഷേ അത് കറക്റ്റ് 9നും 10നും ഇടയ്ക്കെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി കേട്ടോ. പക്ഷേ ഇത് എല്ലാവരെയും സംബന്ധിച്ച് ഇത് ചെറുതായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചത് എനിക്ക് ഏറ്റവും വലിയ ഒരു തുകയായിട്ടാണ് ഞാനിത് കാണുന്നത് കേട്ടോ. കാരണം അടുത്ത വരുമാനം നമുക്ക് വന്ന് തുടങ്ങുകയും ചെയ്തു, അടുത്ത ഡോളർ വന്ന് തുടങ്ങുകയും ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊരു ഇൻകം കിട്ടിയതിലും ഒക്കെ കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ ഇങ്ങനെ ചാനൽ തുടങ്ങിയിടുന്നത്, നിനക്ക് വേറെ ജോലിയില്ലേ, മക്കളെയൊക്കെ നോക്കി നിനക്ക് അവിടെ അങ്ങനെ ഇരുന്നാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സത്യത്തിൽ ഇത് ഞാൻ നിർത്തിയതായിരുന്നു. ഒരു നാൾ ഞാൻ ഇതൊക്കെ അങ്ങ് നിർത്തിയതായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്ക് എൻ്റെ വീട്ടുകാരും എൻ്റെ ഹസ്ബൻഡും ഒക്കെ എനിക്കിങ്ങനെ പ്രചോദനം തന്നതെന്നാണ് ഞാൻ ഈ ഒരു നിലയിലായതും എനിക്ക് ഇത് കിട്ടിയതും സത്യം. കാരണം നമ്മളിങ്ങനെ ആൾക്കാരെ നോക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മൾ നല്ലതാണ് ചെയ്യുന്നതെന്ന് നമുക്കൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് മുന്നോട്ട് പോവുക, അല്ലാതെ ആരെയും നമ്മൾ ബോധ്യപ്പെടുത്തി നമുക്ക് ജീവിക്കാൻ പറ്റൂല. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ നല്ല രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ കോമഡി റീൽസും അത്യാവശ്യം വീഡിയോസും പിന്നെ കുറച്ച് ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നതും തുടങ്ങുന്നതും. അതിനകത്ത് നമുക്ക് ഒത്തിരി ആൾക്കാർ നല്ലത് പറയുന്നുണ്ട്. പിന്നെ മോശം ആരെങ്കിലും പറയുവാണെങ്കിൽ അത് അവരുടെ ആ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ടാവാം എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. പക്ഷേ എനിക്ക് സത്യത്തിൽ എനിക്ക് പറയാം, ഞാനൊരു യൂട്യൂബറാണ് എന്നെനിക്ക് ഇപ്പം പറയാം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇതിൽ നിന്നൊരു ഇൻകം കിട്ടിയത് കൊണ്ട് കേട്ടോ. അപ്പം എന്നെ ഇതിന് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം, എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ കേട്ടോ. പിന്നെന്താ പറയുക, എനിക്ക് എൻ്റെ സന്തോഷം നിങ്ങൾ എൻ്റെ മുഖത്ത് തന്നെ കാണുന്നുണ്ടല്ലോ. ഭയങ്കര സന്തോഷം, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇന്ന് പിന്നെ രാവിലെയാണ് എനിക്കിതിൻ്റെ ആ ഒരു മെസ്സേജ് വന്നത്. എൻ്റെ ഗൂഗിൾ ആഡ്സിനകത്ത് ഇങ്ങനെ മെസ്സേജ് വന്ന് ഞാൻ ഓടിപ്പോയി. ഞാനിങ്ങനെ നോക്കി ഇരിക്കുമായിരുന്നു ആകാംക്ഷ കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്കിത് വന്നത്. അപ്പം തന്നെ പോയി SBI പോയി ഞാൻ അങ്ങ് എടുത്തിട്ട് ഞാനിങ്ങനെ പെട്ടെന്നൊരു വീഡിയോസ് ഇട്ടത്. പിന്നെ വീഡിയോസ് ഇങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ, കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള
വീഡിയോസൊക്കെ വരുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ മോൻ നാട്ടിലാണ്, നമ്മളിപ്പം കോയമ്പത്തൂരാണ്, മോൻ നാട്ടിലാണ് കേട്ടോ. അപ്പം നാട്ടിലായതുകൊണ്ട് തന്നെ മോനെയും കൂടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ള എന്താ പറയുക ചിലവും കാര്യങ്ങളൊക്കെ എൻ്റെ മോനും ഒക്കെ ആയിട്ട് കൊടുക്കത്തുള്ളൂ. മോനും കൂടെ ഉള്ളപ്പോൾ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഒറ്റയ്ക്കാകുമ്പോൾ നമുക്കതൊരു വിഷമമാണല്ലോ. അതുകൊണ്ട് അപ്പം ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തവരോടും അതുപോലെ തന്നെ എന്താ പറയുക എന്നെ വിഷമിപ്പിച്ചവരോടും. കാരണം യൂട്യൂബ് ചെയ്ത് തുടങ്ങിയപ്പം തന്നെ എനിക്ക് ഒരുപാട് ബാഡ് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടും ഒക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്നെ വിഷമിപ്പിച്ചവരാണ് എനിക്ക് ഏറ്റവും കൂടുതലും ഇതിലോട്ട് എനിക്ക് കയറണം, എനിക്ക് ഇൻകം മേടിക്കണം, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബർ ആകണം ഒരു പ്രചോദനം നൽകിക്കൊണ്ടാണ് അവരാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത് കേട്ടോ. അവർ എന്നെ വിഷമിപ്പിക്കാനായിട്ട് ഓരോ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്കത് കരുത്ത് യാർജിച്ചാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അവരോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലോ, നിന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടിയത്. അതുകൊണ്ടും കൂടെ ഞാൻ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ഒരു വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.